SFIയുടെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മാധ്യമപ്രവർത്തകൻ ശശികുമാറും നാടക നടൻ MK റൈനയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. പലസ്തീൻ സോളിഡാരിറ്റി മഞ്ചിലെ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ നഗറിലാണ് സമ്മേളനം. SFI ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് വനിതകളെ പരിഗണിക്കാനും ഇത്തവണ ആലോചനയുണ്ട്. 22 വർഷങ്ങൾക്ക് ശേഷമാണ് SFI അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് ചേരുന്നത്. പൊതുസമ്മേളനം 30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 517 പ്രതിനിധികളും 198 നിരീക്ഷകരും 77 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്നലെ കോഴിക്കോടെത്തി. രാജ്യത്താകെ SFI പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കാരണം കേരള രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ SFI ഘടകത്തിലേക്ക് SFIയുടെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം വരുമ്പോൾ ശക്തിമത്തായ പോരാട്ടങ്ങൾക്ക് SFI നേതൃത്വം കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോൾ വർഗീയതയ്ക്കെതിരായ ശക്തമായ പോരാട്ടം രാജ്യത്തിന് തുടർച്ചയായി കേരളത്തിൽ നടക്കുന്ന സമയത്ത് തന്നെ അത് വലിയ ആവേശത്തിലാണ് രാജ്യത്തെമ്പാടുമുള്ള പ്രമുഖ സഖാക്കൾ ഏറ്റെടുക്കുന്നത്. ആ ആവേശം കേരളത്തിലെ സഖാക്കൾക്കുമുണ്ട്. വലിയ ആവേശത്തിൽ ഞങ്ങൾ ഈ സമ്മേളനം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിൽ. നിലവിലെ ഭാരവാഹികളായ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനുവും ജനറൽ സെക്രട്ടറി മയൂ ബിശ്വാസും ഇത്തവണ മാറും. പകരം അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണനെ പരിഗണിക്കാനാണ് സാധ്യത. 2023 ഹൈദരാബാദ് സമ്മേളനത്തിന് ശേഷം രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര സർവകലാശാലകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ SFIക്ക് നേട്ടം കൈവരിക്കാനായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്യാമ്പസുകളിൽ യൂണിറ്റുകൾ രൂപീകരിക്കാൻ കഴിഞ്ഞതും കേന്ദ്ര കമ്മിറ്റിക്ക് നേട്ടമാണ്. എന്നാൽ JNU തെരഞ്ഞെടുപ്പിൽ SFI നേരിട്ട പരാജയം സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. നിലവിൽ കേരളത്തിൽ നിന്ന് SFI കേന്ദ്ര കമ്മിറ്റിയിൽ PM ആർഷോയും അനുശ്രീയും ഉൾപ്പെടെ 10 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഇത്തവണ കേരളത്തിൽ നിന്ന് 10-ലധികം പേർ കേന്ദ്ര കമ്മിറ്റിയിലേക്കെത്തും. ന്യൂസ് മലയാളം, കോഴിക്കോട്.